ഹലോ കൂട്ടുകാരെ, ക്രിയേറ്റീവ് ലൈഫ് വ്ളോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എവിടെയാണ് നിൽക്കുന്നത് നിങ്ങൾക്കറിയാമോ? ചെന്നൈയിലെ പ്രശസ്തമായൊരു മഹാബലിപുരത്താണ് നമ്മൾ നിൽക്കുന്നത്. നിങ്ങൾക്കറിയാം, തമിഴ്നാട്ടിലെ ഏറ്റവും പ്രശസ്തി നേടിയ സ്ഥലമാണ് ചെന്നൈ. തമിഴ്നാടിൻ്റെ ഹെഡ് തന്നെയാണ് ചെന്നൈ, അല്ലേ? അവിടെ മഹാബലിപുരം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ഇവിടെ വളരെ മനോഹരമാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം ഉച്ച കഴിഞ്ഞ് ഫുള്ള് സ്പെൻഡ് ചെയ്യാൻ പാകുന്നൊരു സ്ഥലമാണ് കേട്ടോ ഇവിടെ. ഈ മഹാബലിപുരം എന്തിനാണ് പ്രശസ്തമായതെന്ന് നിങ്ങൾക്കറിയാമോ? പുരാതനമായ പാറയിൽ കൊത്തിയ ക്ഷേത്രങ്ങൾ, ശില്പങ്ങൾ, ഏകശിലാ നിർമ്മിതികൾ എന്നിവയ്ക്കാണ് ഇത് ഏറ്റവും പ്രശസ്തി നേടിയിരിക്കുന്നത്. ഇത് യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥിതിയെ മാറ്റുന്നു. ഒരു കാലത്ത് പല്ലവ രാജവംശത്തിൻ്റെ ഒരു പ്രധാന തുറമുഖമായ നഗരമായിരുന്നു ഇത്. കൂടാതെ തീരദേശ ക്ഷേത്രം, പഞ്ചരഥങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള വാസ്തുവിദ്യ അത്ഭുതങ്ങൾക്ക് പേരുകേട്ടതുമാണ് ഈ സ്ഥലം. മനോഹരമായ ബീച്ചുകളും മുതല ബാങ്ക് പോലുള്ള സമീപത്തുള്ള ആകർഷണങ്ങളും ഈ പട്ടണം സന്ദർശിക്കുന്നവരെ ആകർഷിക്കുന്നു. അതുപോലെ തന്നെ വാസ്തുവിദ്യയും ചരിത്രപരവുമായ പ്രാധാന്യം എന്തെല്ലാമാണെന്ന് നിങ്ങൾക്കറിയാമോ? മഹാബലിപുരത്തിൻ്റെ സ്മാരകങ്ങളുടെ കൂട്ടം ലോക പൈതൃക സ്ഥലമായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇത് അതിൻ്റെ ആഗോള ചരിത്ര പ്രാധാന്യം എടുത്തു കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പല്ലവ രാജവംശത്തിൻ്റെ 4 മുതൽ 9 വരെയുള്ള നൂറ്റാണ്ടുകൾ കാലത്ത് വികസിപ്പിച്ചെടുത്ത ഈ സ്ഥലം ഒരു പ്രധാന തുറമുഖമായി മാറിയിരുന്നു. അതുകൊണ്ട് തന്നെ പാറയിൽ കൊത്തിയെടുത്ത അതുല്യമായ ക്ഷേത്രങ്ങളും ഗുഹാക്ഷേത്രങ്ങളും, പാറയിൽ നിന്ന് നേരിട്ട് കൊത്തിയെടുത്ത ഏകശിലാ നിർമ്മിതികൾ എന്നിവയാൽ ഈ പട്ടണം പ്രശസ്തമാണ്. ഇതെല്ലാം നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു വലിയൊരു സംഭവങ്ങൾ തന്നെയാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ശിലാക്ഷേത്രങ്ങളിൽ ഒന്ന് തീരത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വ്യത്യസ്തമായ വാസ്തുവിദ്യ ശൈലിയുള്ള 5 ഏകശിലാ ക്ഷേത്രങ്ങളും ഇതിലുണ്ട്. ഹിന്ദു പുരാണങ്ങളിലെ രംഗങ്ങൾ ചിത്രീകരിക്കുന്ന ഒരു വലിയ തുറസായ പാറയിൽ കൊത്തിയെടുത്തത് ഇവിടെയാണ്. അതാണ് അർജുനന്റെ തപസ്. അതുപോലെ കൃഷ്ണന്റെ വെണ്ണക്കല്ല്, ഗുരുത്വാകർഷണത്തെ വെല്ലുവിളിക്കുന്ന ഒരു വലിയ പാറ തന്നെ ഇവിടെയുണ്ട്. മറ്റു ആകർഷണങ്ങൾ എന്തെല്ലാമാണെന്ന് നിങ്ങൾക്കറിയാമോ? അതാണ് കോറമണ്ടൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന മഹാബലിപുരം. വിശ്രമത്തിനും അതുപോലെ ജലകായിക വിനോദങ്ങൾക്കും പേരുകേട്ട ബീച്ചുകൾ ഇവിടെ ഉൾക്കൊള്ളുന്നുണ്ട്. ക്ലാസിക്കൽ നൃത്ത നാടകവേദികൾക്കും ആതിഥേയത്വം വഹിക്കുന്നതുമുണ്ട്. സന്ദർശകർക്ക് ഇന്ത്യൻ സീഷൽ മ്യൂസിയം, മുതല ബാങ്ക് തുടങ്ങിയ മറ്റു സ്ഥലങ്ങളും സന്ദർശിക്കാവുന്നതുമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത്രയും സംഭവങ്ങൾ നമുക്ക് കണ്ടു പോകാവുന്നതാണ് കേട്ടോ. ഇവിടെ മഹാബലിപുരത്ത് കണ്ടിരിക്കേണ്ട കുറച്ച് സംഭവങ്ങളുണ്ട്. ടൈഗർ ഗുഹ, ഇന്ത്യ സീഷൽ മ്യൂസിയം, ഷോർട്ട് ടെബിൾ, കൃഷ്ണന്റെ ബട്ടർ ബോൾ, പഞ്ചരഥങ്ങൾ. മഹാബലിപുരത്ത് സ്ഥിതി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നിങ്ങൾക്കറിയാമോ? മഹാബലിപുരം, വിളക്കുമാടം, അർജുനന്റെ തപസ്, ഗംഗാപ്രവാഹം, വരാഹ, ഗുഹാക്ഷേത്രം, ഗണേശരഥ ക്ഷേത്രം ഇവയെല്ലാം നിങ്ങൾ കണ്ടിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ കോരമണ്ഡലം തീരത്ത് സ്ഥിതി ചെയ്യുന്ന യുനെസ്കോയുടെ ലോക പൈതൃകമായ സ്ഥലമായ മഹാബലിപുരം സന്ദർശിക്കാൻ ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ് ഏറ്റവും നല്ല സമയം. ഈ സമയത്ത് നിങ്ങൾ വന്നാൽ ഇവിടെ വളരെ മനോഹരമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന സമയമാണ്. ചൂട് കുറവുള്ള ഒരു സമയം കൂടിയാണ് കേട്ടോ. അതുപോലെ തന്നെ മഹാബലിപുരത്തിന് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം 400 കിലോമീറ്റർ അകലെയുള്ള ചെന്നൈ വിമാനത്താവളമാണ്. റെയിൽവേ വഴി ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ചെന്നൈ എഗ്മോർ സ്റ്റേഷനുമാണ്. റോഡ് മുഖാന്തരമാണ് നിങ്ങൾ വരുന്നതെങ്കിൽ കോയമ്പത്തൂർ, ചെന്നൈ, ബാംഗ്ലൂർ തുടങ്ങിയ സമീപ നഗരങ്ങളിൽ നിന്ന് പതിവായി ബസ് സർവീസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതുമാണ്. ഇവിടെ വാങ്ങാൻ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണ് നിങ്ങൾക്കറിയാമോ? കല്ല്, മരം കൊണ്ടുള്ള കരകൗശലമായ വസ്തുക്കൾക്ക് പേരുകേട്ട മഹാബലിപുരം വിപണികൾ സോപ്പ് സ്റ്റോണുകൾ, ഗ്രാനൈറ്റ് ശില്പങ്ങൾ എന്നിവയും ധാരാളമായി ലഭിക്കുന്നതാണ്. ഇവിടെ നമുക്ക് കാണാനായി എത്ര ദിവസം വേണ്ടി വരുമെന്നറിയാമോ? മഹാബലിപുരം പര്യവേക്ഷണം ചെയ്യുവാനായി സാധാരണയായി 2 ദിവസത്തെ യാത്ര മതിയാകും. ഇതിലൂടെ നിങ്ങൾക്ക് മുഴുവൻ സ്ഥലങ്ങളും മഹാബലിപുരത്ത് മാത്രം കണ്ടു തീർക്കാൻ ഇത്രയും സമയം നമുക്ക് 2 ദിവസം കാണാനുള്ള ഇതുണ്ട്. അതുപോലെ തന്നെ കാഞ്ചീപുരം 1 ദിവസം കൊണ്ട് കണ്ടു തീരും.
പോണ്ടിച്ചേരിയും അടുത്ത് തന്നെയാണ്. ഇവിടെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് തീർച്ചയായും പോണ്ടിച്ചേരി കൂടി സന്ദർശിക്കാവുന്നതാണ് കേട്ടോ. അവിടെയും 2 ദിവസം ധാരാളമായി നമുക്ക് ചിലവഴിക്കാനുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ദിവസം കൂടി ചേർത്തോളൂ, ഒരു പ്രശ്നവുമില്ല. വളരെ മനോഹരമാണ് ഈ സ്ഥലം.